5 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതിയാണ് നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്. 4,99,00,000 രൂപയ്ക്ക് AS കിട്ടി. സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം. ഒല്ലൂർ നിയോജക മണ്ഡലം കാണാത്ത രീതിയിലുള്ള ഒരു വലിയ ടൂറിസം പദ്ധതി തന്നെയായിരിക്കും ഇത്. ഇതാണ് വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഇടമായ ഒരപ്പൻകെട്ട്. തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിൽ കണ്ണാറ വാർഡിൽ പ്രകൃതിയും മനുഷ്യനും ചേർന്നൊരുക്കിയ കാഴ്ചയുടെ വിരുന്ന്. കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചു വെള്ളച്ചാട്ടവും അതിനു ചുറ്റും കൗതുകമുണർത്തുന്ന ഈ പാറക്കൂട്ടങ്ങളും, പിന്നെ നിർമ്മലമായ ഈ പ്രകൃതിയും. 5 കോടി രൂപ ചെലവിൽ ഒരപ്പൻകെട്ടിൽ നടപ്പാക്കുന്ന ടൂറിസം വികസനത്തിനുള്ള വിശദമായ പദ്ധതികൾ ഇതിനകം തയ്യാറായി കഴിഞ്ഞു. സർക്കാരിന്റെ ഭരണാനുമതിയും ലഭിച്ചു. ഒരപ്പൻകെട്ടിലേക്ക് എത്തുന്നവരെ ആനന്ദിപ്പിക്കാനും അതിശയിപ്പിക്കാനും കഴിയുന്ന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുമെന്ന് അധികൃതർ പറയുന്നു. ഇതിനായി നിലവിലുള്ള ചെക്ക് ഡാം നവീകരിക്കും, ബോട്ട് ജെട്ടിയും ഗ്ലാസ് ബ്രിഡ്ജും നിർമ്മിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സിപ്പ് ലൈനും തയ്യാറാക്കുന്നുണ്ട്. എൻട്രി ഗേറ്റ് വേ, ടിക്കറ്റ് കൗണ്ടർ, കഫറ്റീരിയ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടാകും. ഒരപ്പൻകെട്ടിനെ അലങ്കരിക്കാൻ കലാശില്പങ്ങളും സ്ഥാപിക്കും. ടോയ്ലറ്റ്, മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള പദ്ധതികളാണ് ഒരപ്പൻകെട്ടിൽ നടപ്പാക്കുക. ഒല്ലൂർ MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ K. രാജന്റെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഒരപ്പൻകെട്ട് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ടു നീങ്ങുന്നതെന്ന് കണ്ണാറ വാർഡ് മെമ്പർ രേഷ്മ സജീഷ് പറഞ്ഞു. 2022-23 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിലാണ് നമുക്ക് 5 കോടി രൂപ ഒരപ്പൻകെട്ട് ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് K. രാജന്റെ വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് അനുവദിക്കേണ്ടായത്. അതിന്റെ ഭരണാനുമതി ഈ കഴിഞ്ഞ മാസം നമുക്ക് ലഭിക്കേണ്ടായി. ഗ്ലാസ് ബ്രിഡ്ജ്, തൂക്കുപാലം, അതുപോലെ ഒരു കുട്ടവഞ്ചി ഒക്കെ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ചെറിയ സംവിധാനം, ഒരു സിബ് ലൈൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു കഫറ്റേരിയ ഏരിയ, അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങളും ടിക്കറ്റ് കൗണ്ടറും എല്ലാം അടക്കം പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെ, പ്രകൃതിയെ അധികം ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മുടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് തന്നെ നല്ല രീതിയിൽ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഓരോ തുക മാറ്റിവെച്ചുകൊണ്ട് 5 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതിയാണ് നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്. നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള മറ്റേ ഒല്ലൂർ നിയോജക മണ്ഡലം കാണാത്ത രീതിയിലുള്ള ഒരു വലിയ ടൂറിസം പദ്ധതി തന്നെയായിരിക്കും ഇത്. കാഴ്ചയ്ക്കായാലും അതുപോലെ തന്നെ പ്രകൃതിയുടെ സൗന്ദര്യത്തിനായാലും അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെറിയ മേഖല കൂടിയാണെങ്കിലും അതിനെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഡിസൈനിങ് നടത്തിയിരിക്കുന്നത്. ഡെവലപ്മെന്റ് ഓഫ് വിസിറ്റർ ഫെസിലിറ്റീസ് അറ്റ് ഒരപ്പൻകെട്ട് വാട്ടർഫോൾസ് എന്ന പദ്ധതിക്ക് പാണഞ്ചേരി പഞ്ചായത്തിൽ നിന്നുള്ള അനുമതികളെല്ലാം ലഭിച്ചിട്ടുണ്ട്. സന്ദർശകരുടെ വാഹന പാർക്കിങ്ങിന് ആവശ്യമായ ഭൂമി കണ്ടെത്താൻ പഞ്ചായത്ത് നടപടികൾ എടുത്തു കഴിഞ്ഞു. ഭരണാനുമതി ലഭിച്ച ഒരപ്പൻകെട്ട് ടൂറിസം വികസന പദ്ധതി വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. ഒരപ്പൻകെട്ട് 5 കോടി രൂപയുടെ പദ്ധതിയാണ്. 4,99,00,000 രൂപയ്ക്ക് AS കിട്ടി. സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം. ഡാമിൻ്റെ മുകളിലൂടെ നടക്കാൻ പോകുന്ന ഗ്ലാസ് പാലം ഉൾപ്പെടെ, ബ്രിഡ്ജ് ഉൾപ്പെടെ വളരെ മനോഹരമായ ഒന്നായിരിക്കും. ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചു. ഭരണാനുമതി ലഭിച്ചാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൽ TSലേക്ക് പോകാം. TS കഴിഞ്ഞാൽ 1 മാസം ടെൻഡറിന് വേണ്ടി വരും. ടെൻഡർ ഓപ്പൺ ചെയ്താൽ 2024 തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 1 വർഷക്കാലത്തെ കാലാവധിക്കുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ഒരു അഗ്രിമെൻറ്റ് സർക്കാർ ഒപ്പിടാൻ പോകുന്നത്. MLAക്ക് പിന്നെ ആവശ്യപ്പെടാവുന്ന പ്ലാൻ ഫണ്ടിൽപ്പെടുത്തിയാണ് 5 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചത്. ആ പ്രവർത്തനങ്ങൾ വേഗതയിലാകുക കൂടി ചെയ്താൽ ഒരു പുതിയ താവളം കൂടി നമ്മുടെ നാട്ടിലേക്ക്. യഥാർത്ഥത്തിൽ ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സാധ്യത അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ പറഞ്ഞതനുസരിച്ച് ഞാനവിടെ പോയി നോക്കിയത്. സാധാരണ ഒരപ്പൻകെട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയുകയല്ലാതെ ആസ്വദിക്കാൻ പോകാനൊരു സമയം കിട്ടിയിരുന്നില്ല. പക്ഷെ ഒരു നേരം ഒരു പകുതി ദിവസം ചെലവഴിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടത്. അവിടെ കൊണ്ടുവന്ന് വെച്ച് DTPCയുടെ ടൂറിസം വകുപ്പിൻ്റെ പ്രത്യേക ഡിസൈനർമാരെ കൊണ്ട് സ്ഥലം നോക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. എന്തായാലും ഒരപ്പൻകെട്ട് ടൂറിസം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു അനുഭവമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഒരപ്പൻകെട്ട് ഒരു ടൂറിസം കേന്ദ്രമാകുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികളും. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നതോടെ അത് നാടിന്റെ വികസനത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട്.